ഇത്രയും ആളുകൾ എല്ലാ ദിവസവും 7 AM അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ വന്നേക്കുന്ന ഓരോരുത്തരുടെ വീതം എല്ലാ ദിവസത്തെ 7 AM ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാൻ കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ ബിസിനസിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ ഇനി ആരെങ്കിലും ലീവായി പോകുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ കാര്യം അതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ടീം മീറ്റിംഗ് കൊണ്ട് സുദർശൻ സാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. നമുക്കറിയാം ഇതിനകത്തേക്ക് കൂടുതൽ ആളുകളും ജോയിൻ ചെയ്ത് വന്നിട്ടുള്ളത് ബോച്ചിറ്റി എടുത്തിട്ടാണ് അല്ലെ. അപ്പൊ ബോച്ചിറ്റി എടുത്തിട്ട് നമ്മുടെ കൂടെ ഒരുപാട് ജോയിനിങ്സ് വന്നിട്ടുണ്ട്. അപ്പൊ പല ആളുകളുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് പോലും ബോച്ചിറ്റിയാണ് ഫിജി കാർഡ് എന്ന് പറയുന്നതെന്നാണ്. അതായത് ഫിജി കാർഡിൽ ബോച്ചിറ്റി മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കുറച്ച് ഗ്യാങ് നമ്മുടെ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അവരുടെ ആ ചിന്ത അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്ത അവരുടെ ആ ഒരു വിചാരം തെറ്റാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. വർക്കിന് പോയ സ്ഥലത്ത് ഇന്നലെയും ഇന്നും ഞാൻ വർക്കിന് പോയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവർ പോസിറ്റീവ് സമയത്ത് കയറി വന്നിട്ടുള്ള ആളുകളാണ്. അതുപോലെയുള്ള ആളുകൾ ഈ ഒരു ടീമിലും ഉണ്ടാകും എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാനത് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ വർക്കിന് പോയ സമയത്ത് അവിടെ ചെന്ന സമയത്ത് അവിടെ ജോയിൻ ചെയ്ത ആളുകളാണുള്ളത്. അവർ പറഞ്ഞൊരു കാര്യം, ഈ ഷൈൻ പ്രോഡക്റ്റ് ആണല്ലോ ഇതിനകത്ത് ജോയിനിങ് കിറ്റ്. ഈ കിറ്റ് എടുത്തതിന് ശേഷം മാത്രമല്ലേ, ഇതെടുത്ത് ഇതിനകത്ത് ജോയിൻ ചെയ്തതിനു ശേഷം മാത്രമല്ലേ നിങ്ങൾ ഈ പറയുന്ന ഇതിനകത്തുള്ള മറ്റുള്ള പ്രോഡക്റ്റുകൾ എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? അതായത് ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഷൈൻ കിറ്റ് എടുക്കണം. ഇത് എടുത്തതിന് ശേഷം മാത്രമാണ്, നമുക്കറിയാം ഇതിനകത്തൊരു 5000-ഓളം പ്രോഡക്ട്സുകൾ ഉണ്ടെന്നുള്ളത്. അത് എടുക്കണമെങ്കിൽ ഈ ഷൈൻ പ്രോഡക്റ്റ് എടുത്ത് ജോയിൻ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് മറ്റുള്ള പ്രോഡക്റ്റുകൾ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള തെറ്റായ ധാരണ ഏതൊക്കെയോ ലീഡർമാരുടെ ഭാഗത്തു നിന്നും അറിയാതെ പല പല ടീമുകളിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് വേറൊരു മീറ്റിങ്ങിന് പോയി. അവിടുത്തെയും ഒരു ചിന്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ 5 പോയിന്റിൽ, അതായത് ഈ ബോച്ചറ്റി തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്ത ചില ടീമിൽ വന്നിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ അത് ഞാൻ ഇന്നിപ്പോ ഡയറക്റ്റ് വർക്കിന് ഇറങ്ങിയത് കൊണ്ട് എനിക്കത് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ലീഡർമാരുടെ ശ്രദ്ധ എത്താത്ത പല സ്ഥലങ്ങളും നമ്മുടെ ഓരോ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ട്രീകളിലും ഉണ്ടാവും. അപ്പൊ എല്ലാ ലീഡേഴ്സും, എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് ജോയിൻ ചെയ്ത് വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാലേ, ഒരു 100 പോയിന്റിനൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം നമുക്ക് എത്രമാത്രം പ്രോഡക്റ്റ് ഉണ്ട്. നിങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകൾ മാത്രം കണ്ടെത്തിയിട്ട് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്ത ആളുകളാണുള്ളത്. അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇത്ര രൂപയ്ക്ക് വേണം, ഇതിൽ ഇത്രയും ക്യാഷേ ഉള്ളൂ, അപ്പൊ ഈ ക്യാഷിന് വരുന്ന പ്രോഡക്റ്റുകൾ ഏതാണ് എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് ഓരോ കസ്റ്റമേഴ്സിന്റെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവരുടെ കയ്യിലുള്ള എമൗണ്ടും ഒക്കെ നോക്കിയിട്ട് പ്രൊഡക്റ്റുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു, ഒരു 2-3 മാസം മുമ്പ് ഫിജിക്കാട്ടില്. നമ്മളെല്ലാവരും അങ്ങനെ കയറി വന്നിട്ടുള്ള ആളുകളാണ്. ആ ഒരു സിസ്റ്റത്തിൽ നിന്നും പെട്ടെന്ന് ബോച്ചറ്റി മാത്രമാണ് ഫിജിക്കാട്ടിന്റെ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു 2-3 മാസം കൊണ്ട് കുറേയധികം ആളുകളുടെ ചിന്തകൾ മാറിപ്പോയിട്ടുണ്ട്. അത് ഒരിക്കലും ഒരാളുടെയും കുറ്റമല്ല. കാരണം അതായിരുന്നു ഏറ്റവും കൂടുതൽ സെയിൽ നടക്കാൻ നമുക്ക് എളുപ്പം. നമ്മുടെ കൂടെ അങ്ങനെ കയറി വന്ന ഒരുപാട് അടിപൊളി പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. പക്ഷെ അത് മാത്രമാണ് പ്രൊഡക്റ്റ് എന്നുള്ള ചിന്താഗതി നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നതാണ്. നമുക്ക് ബോച്ചറ്റി മാത്രമല്ല, ഫിജിക്കാട്ടിൽ ഒരു 5000-ഓളം പ്രോഡക്ട്സുകൾ ഉണ്ട്. ഈ പ്രോഡക്ട്സുകളിൽ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ബോച്ചറ്റി എന്ന് പറയുന്നത്. ഈ ബോച്ചറ്റി മാത്രമല്ല നമുക്ക് സെയിൽ ചെയ്യേണ്ടത്. നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട്. ആ പ്രൊഡക്റ്റുകളെല്ലാം എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നമ്മുടെ എല്ലാ ലീഡേഴ്സിനും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ മാക്സിമം ഇനി എന്താക്കുക, എല്ലാ പ്രൊഡക്റ്റുകളിലേക്കും സെയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആദ്യം ബോച്ചറ്റി എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അല്ലെ, നമ്മളൊക്കെ ഫിജിക്കാളിൽ ബോച്ചറ്റി എടുത്തുകൊണ്ടിരുന്ന സമയത്ത്, ആദ്യത്തിൽ എടുത്ത സമയത്തൊക്കെ നമുക്കറിയാം എടുക്കുന്ന എല്ലാവർക്കും പ്രൈസ് ആണ് അല്ലെ. 100 രൂപ അടിക്കാത്തവരായിട്ട് ആരുമില്ല. ഡെയിലി 100 രൂപ അടിക്കും. എന്തായിരുന്നു അതിന്റെ കാരണം? ഫിജിക്കാളിലൂടെയാണ് കൂടുതൽ ബോച്ചറ്റിയുടെ കളക്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ പർച്ചേസിങ് സെയിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരുന്നത് ഫിജിക്കാട്ടിലൂടെ ആയിരുന്നു. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ ഒരു 20,000-ഓളം ആളുകളുടെയാണ് പർച്ചേസിങ് പോകുന്നതെങ്കിൽ ഓരോ ദിവസവും നറുക്കെടുക്കുന്ന സമയത്ത് 13,700-ഓളം ആളുകൾക്ക് നറുക്ക് കിട്ടുന്നുണ്ട്, സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്. ആ ഒരു സമ്മാനം ഈ ഒരു 20,000 പേരുടെ നറുക്കാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ആളുകൾക്ക് പ്രൈസ് കിട്ടുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് പ്രൈസ് കിട്ടാനല്ലേ, എടുക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും പ്രൈസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് വിൽക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും എളുപ്പമായിരുന്നു. ആ സമയത്ത് എന്തായിരുന്നു നമ്മുടെ ബോച്ചറ്റിന്റെ അവസ്ഥ? ഫിജിക്കാട്ടിലൂടെ മാത്രമായിരുന്നു അവരുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് സെയിൽ നടന്നുകൊണ്ടിരുന്നത് കൂടുതലും ഫിജിക്കാട്ടിലൂടെ ആയിരുന്നു. പിന്നെ നമുക്ക് ഓൺലൈനിലൂടെ കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഓൺലൈൻ പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് ചായപ്പൊടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ടിക്കറ്റ് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഓൺലൈനിലൂടെയുള്ള ആ ഒരു സെയിൽ കുറവായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ചെമ്മണ്ണൂര് ജ്വല്ലറിയിലൂടെയും പർച്ചേസിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ വളരെ ചുരുങ്ങിയ ഔട്ട്ലെറ്റുകൾ മാത്രമാണ് ഈ ഒരു ബോച്ചറ്റിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫിജിക്കാട്ടിലൂടെ എടുക്കുന്നതിൽ കൂടുതൽ നമുക്ക് പ്രൈസുകൾ കിട്ടുന്നുണ്ടായിരുന്നു.
പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഒരു 500ഓളം സ്റ്റോറുകൾ ഓൾറെഡി ഇപ്പൊ നമ്മുടെ പോസിറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ പല ആളുകൾക്കും മെസ്സേജുകളൊക്കെ വരുന്നുണ്ടാവും അല്ലെ. അതായത് എനിക്ക് ഇന്ന് തന്നെ 2-3 പേര് എനിക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ട്. അവര് നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് കയറിയ സമയത്ത് അവർക്കൊരു മെസ്സേജ് പോസിറ്റീവിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചായപ്പൊടി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് ആ രീതിയിലേക്ക്, അതായത് ഇത്രയും സ്റ്റോറുകൾ ഉണ്ട്, നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാന്നുള്ള രീതിയിലേക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതായത് ഇത്രയും അവൈലബിലിറ്റി കൂടിയേക്കാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു 1300 സംതിങ്ങിന്റെയോ അല്ലെങ്കിൽ ഒരു 5 പോയിന്റ് വരുന്ന നമ്മുടെ കിറ്റിന്റെ കാര്യം നമുക്കറിയാലോ. എന്തായാലും ഒരു 1000 രൂപയുടെ മുകളിൽ ഇതിന് എമൗണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ എല്ലാം, ഞങ്ങളുടെ ഇവിടെ പെരുമ്പാവൂരാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും പോസിറ്റിയുടെ പർച്ചേസിംഗ് അതിന്റെ ഔട്ട്ലെറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ആളുകൾക്ക് എന്താണ് 40 രൂപയ്ക്ക് ഈ ഒരു പോസിറ്റി വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതുപോലെ വണ്ടികളിലൂടെ പല സ്ഥലത്തും പോസിറ്റി ഞങ്ങളുടെ ഇവിടെയൊക്കെ പരിസരങ്ങളിൽ വിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, പോസിറ്റി മാത്രം നമ്മൾ സെയിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇതിലൂടെ സെയിൽ കിട്ടില്ല. കാരണം അത് എല്ലായിടത്തും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ ആയിട്ട് എന്താണ്, അവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് 40 രൂപയുടെ കിറ്റ് ഒരു പാക്കേജ് ആയിട്ട് പാക്കറ്റ് ആയിട്ട് അവർക്ക് കിട്ടുന്നു. നമ്മുടെ കൂടെ ആകുമ്പോൾ ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കണം. അതല്ലെങ്കിൽ 1000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് തന്നെയാണ്. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്താ ചിന്തിക്കുക, അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മൾ ഫിജിക്കാരുടെ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പോസിറ്റി മാത്രം നമ്മൾ പ്രൊമോട്ട് ചെയ്ത് പറയുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത് ഇത് ഫിജിക്കാർഡിലൂടെ വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് പുറത്ത് കിട്ടുന്ന സാധനമാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പൊ ഫിജിക്കാർഡിന്റെ പ്ലാൻ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ ആദ്യം എങ്ങനെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് ആ രീതിയിലേക്ക് ഫിജിക്കാർഡിന്റെ ബെനിഫിറ്റുകൾ പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ പ്ലാൻ പറയുക എന്നുള്ളത് നമ്മുടെ ആ ഒരു പ്ലാൻ പ്രസന്റേഷനിൽ വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. കാരണം നമ്മൾ ആദ്യം ഒക്കെ പ്ലാൻ പറഞ്ഞിരുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഫിജിക്കാരുടെ പ്ലാൻ ആണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രൊഡക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഫിജിക്കാരിൽ നമ്മൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന വരുമാനത്തിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. പക്ഷെ ബോച്ചേറ്റി വന്നതിന് ശേഷം നമ്മൾ എന്താക്കി, ഫിജിക്കാരിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ മാറ്റി നിർത്തിയിട്ട് ബോച്ചേറ്റി വാങ്ങിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റുകളെ പറ്റിയായി നമ്മുടെ സംസാരം, അല്ലെങ്കിൽ നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് അതായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ചിന്ത മാറി, നമ്മുടെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം മാറിപ്പോയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പോസിറ്റിയിലൂടെയും നമുക്ക് സെയിൽ എടുക്കേണ്ടതല്ല, പൂർണ്ണമായിട്ടും ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും പോസിറ്റി എന്ന് പറയുന്നത് ഫിജിക്കാർട്ടിലെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്ക് എടുത്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മുമ്പിലേക്ക്, നമുക്കറിയാം നമ്മൾ ഈ ഒരു ബിസിനസ്സിലൂടെ എത്ര രൂപ വരുമാനം ഉണ്ടാക്കാൻ കയറി വന്നിട്ടുള്ള ആളുകളാണ്. ദിവസം ഒരു 100 രൂപ വരുമാനത്തിനാണോ നമ്മൾ ഫിജിക്കാർട്ട് ചെയ്യുന്നത്? ഒരിക്കലും അല്ലേ. നമുക്ക് ഇതിനകത്തുനിന്ന് കോടികൾ വരുമാനങ്ങൾ ഉണ്ടാക്കണം എന്ന് ഓർത്തിട്ട് ഫിജിക്കാർട്ട് ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ് നമ്മൾ. അത് എത്ര വർഷം കൊണ്ട് നമുക്ക് കോടികളിലേക്ക് എത്തണം? എത്ര വർഷമാണ് നിങ്ങൾ ഓരോരുത്തരും ഫിജിക്കാർട്ടിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്? നമ്മുടെ മനസ്സിലൊരു ടാർഗറ്റ് ഉണ്ടാവണം. അതല്ലാതെ എന്റെ കൂടെ വരുന്നവരുടെ കഴിവനുസരിച്ച്, എന്റെ കൂടെ വരുന്നവരുടെ കോണ്ടാക്ടുകൾ അനുസരിച്ച് അവർ എത്ര സമയം വർക്ക് എടുക്കും അതനുസരിച്ചിട്ടാണ് എന്റെ ഫിജിക്കാർട്ടിലെ ലൈഫിൽ ഞാൻ കോടികളിലേക്ക് എത്തുന്നത്. ഒരിക്കലും നമ്മുടെ കൂടെ വന്നവരല്ല നമ്മുടെ ലക്ഷ്യം തീരുമാനിക്കേണ്ടത് അല്ലെ. നമ്മൾ തന്നെയായിരിക്കണം നമുക്ക് എത്ര നാൾ കൊണ്ട് ഫിജിക്കാർട്ടിൽ ഇന്ന റാങ്കിലേക്ക് എത്തണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ കഴിവിൽ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടാകും. എന്നിട്ട് ആ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കൂടെ വന്നവർക്കും കഴിവുണ്ടാക്കി കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. അവിടെയാണ് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റുകളെ തിരിച്ചറിയേണ്ടത്. നമുക്ക് പോകേണ്ടത് വലിയൊരു യാത്രയ്ക്കാണ് അല്ലെ. വലിയൊരു യാത്രയ്ക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വളരെ വലിയൊരു ലക്ഷ്യസ്ഥാനമുണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ. നമ്മൾ ഒരിക്കലും യാത്ര ചെയ്താലും എത്തില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ആരും സ്വപ്നം കാണാത്ത ഒരു ലക്ഷ്യസ്ഥാനമാണ് ഫിജിക്കാർട്ട് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. എനിക്ക് തോന്നുന്നു ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരുടെയും സ്വപ്നങ്ങളിൽ പോലും ഒരു 5.5 കോടി രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 1 കോടി പോലും പല ആളുകളുടെയും സ്വപ്നങ്ങളിൽ ഉണ്ടായി കാണാൻ ചാൻസ് കുറവാണ് അല്ലെ. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്തേക്കുന്ന ഒരു 3/4% ആളുകളുടെ സ്വപ്നങ്ങളിൽ പോലും 1 കോടി രൂപയെങ്കിലും എനിക്ക് ജീവിതത്തിൽ സമ്പാദിക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു 75-80% ആളുകളുടെയും ചിന്തയിൽ അത്രയും വലിയൊരു എമൗണ്ട് ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് നമുക്ക് എല്ലാവർക്കും 5.5 കോടി രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആ ഒരു യാത്രയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ എത്തില്ല, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണാത്ത ഒരു എമൗണ്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു യാത്രയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ യാത്രയിൽ എത്ര നാളുകൊണ്ട് എത്തണം അല്ലെ. ഇപ്പൊ ഇതിനകത്ത് ഇരിക്കുന്നവരിൽ എനിക്ക് തോന്നുന്നു ഒരു 30-35 വയസ്സിന് മുകളിലേക്കുള്ളവരായിരിക്കും കൂടുതൽ ആളുകൾ. നമ്മൾ ഇത്രയും നാൾ സമ്പാദിച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിൽ എന്തുണ്ട് ബാലൻസ് എന്ന് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ എന്തുകൊണ്ട് കോടികളിലേക്ക് ചിന്തിച്ചില്ല എന്നുള്ളതിന്റെ ആൻസർ ആണ് അത്. കാരണം നമ്മുടെ ലൈഫിന്റെ ഒരു കാൽഭാഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ, കാലിൽ കൂടുതൽ പകുതിയോടെ അടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. അപ്പൊ അത്രയും കഴിഞ്ഞിരിക്കുന്ന സമയത്തും നമ്മുടെ അക്കൗണ്ടിൽ എന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്
പലർക്കും ഇത്രയും നാള് പണിയെടുത്ത് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രം ബാക്കിയുണ്ടെന്ന് പറയുന്ന ആളുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോ നമ്മുടെയൊക്കെ ലൈഫിൽ ഇനിയുള്ള ഒരു 3, 4, 5 വർഷം അതിൽ കൂടുതൽ സമയം നമ്മൾ ഫിജി കാർഡിൽ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കരുത്. ഒരു 4, 5 വർഷം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ റാങ്കുകളിലേക്ക് എത്താനും ഈ പറഞ്ഞ കോടികളിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫിജി കാർഡ് ഏറ്റെടുത്തിട്ടുള്ളത്. അങ്ങനെ പോകുന്ന സമയത്ത് ബോച്ചിറ്റി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ആ ഒരു 3, 4, 5 വർഷം കൊണ്ട് നമ്മൾ കിട്ടുന്ന ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ യാത്രക്ക് സ്പീഡ് കൂട്ടുന്ന ഒരു പരിധി വരെ ഇപ്പൊ 2 മാസത്തോളം നമ്മുടെയൊക്കെ സ്പീഡ് കൂട്ടാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന് പറ്റിയിട്ടുണ്ടെങ്കിലും ഇനി ഈ പ്രൊഡക്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആയി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ യാത്രയുടെ ഒരു സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് തന്നെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് സാധിച്ചു പോകും അല്ലെ. ഇനി അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ബോച്ചിറ്റി മാത്രം സെയിൽ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ യാത്രയുടെ സ്പീഡ് കുറയും. കാരണം അതിനെന്താണ്, നമുക്ക് പോയിന്റ് കുറവാണ്, നമ്മൾ ആളുകളെ കൺവിൻസ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്കറിയാം ഇപ്പൊ എല്ലായിടത്തും ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എത്രയോ ലക്ഷം ആളുകളാണ് ഒരു ദിവസം ബോച്ചിറ്റി എടുക്കുന്നത്. ഈ പ്രശ്നം അല്ലെങ്കിൽ ഒരു കൊടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഫിജിക്കാർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ സമയം കുറവായിരിക്കും. അത് തന്നെ കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്കറിയാം ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റുകൾ മിക്കവരും 5 പോയിന്റ് 10 പോയിന്റ് മാത്രമേ വിലയുള്ളൂ അല്ലെ പോയിന്റ് വരുന്നുള്ളൂ അല്ലെ. അത്രയും പോയിന്റ് ഉള്ള ഒരു പ്രൊഡക്റ്റിനെ പിറകെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം ഇതിനകത്ത് 25ഉം 50ഉം ഒക്കെ പോയിന്റ് 20 പോയിന്റുകളുള്ള എത്രയോ പ്രൊഡക്റ്റുകളുണ്ട് അല്ലെ. നമുക്കിത് എടുക്കുന്ന സമയത്ത് എമൗണ്ടുകൾ അല്ലെങ്കിൽ പ്രൈസ് അടിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് എന്താക്കുക, ഇതിനകത്തുനിന്ന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെ ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രം ഗ്രോസറി സാധനങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വലിയ ബൾക്ക് പ്രൊഡക്റ്റ് ഐറ്റവും അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോച്ചിറ്റി എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ പുറകെ മാത്രം പോകുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തു വന്നിരുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഫിജിക്കാരുടെ ഒരു പാറ്റേൺ ഉണ്ട്, അത് മൊത്തത്തിൽ മാറ്റിയിട്ട് നമ്മൾ വേറൊരു പാറ്റേണിലേക്ക് മാറി. അതൊരിക്കലും മോശമായതെന്നല്ല പറയുന്നത്, അത് ആ ഒരു സമയത്ത് നമുക്ക് അനിവാര്യമായിരുന്നു. കാരണം നമ്മുടെ എല്ലാം അക്കൗണ്ടിൽ ഒരുപാട് എമൗണ്ടുകൾ കയറാനായിട്ട് ബോച്ചിറ്റി സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് ആളുകളുടെ അക്കൗണ്ടിൽ നല്ല രീതിയിൽ എമൗണ്ടുകൾ കയറുന്നുണ്ട്. പക്ഷെ അത് ഒരു പരിധി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു പ്രൊഡക്റ്റ് മാത്രമാണ് അല്ലെ, ഫിജിക്കാരുടെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ബോച്ചിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മറ്റുള്ള പ്രോഡക്റ്റുകളും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ആ പ്രോഡക്റ്റിലൂടെ നമ്മൾ സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം കുറെ അധികം പ്രൊഡക്റ്റ് വന്നു. വരുന്നത് മൊത്തം ബോച്ചിറ്റി പ്രോഡക്റ്റുകളാണ്. നമ്മുടെ ബെഡ്ഷീറ്റോ ടീഷർട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടുന്ന് ഡെലിവറി ആകുന്നില്ല. ഇപ്പൊ കുറെ ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മാത്രം ഒരു 3-4 ബെഡ്ഷീറ്റുകളും ടീഷർട്ടുകളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ കാരണം അത് കിട്ടുന്ന സമയത്ത് എന്താ ഗുണം, അത് 25 പോയിന്റ് വീതമുള്ള പ്രൊഡക്റ്റുകളാണ്. നമ്മൾ അത് ആളുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇപ്പൊ ബോച്ചിറ്റി 25 പോയിന്റിന് നമുക്ക് എടുക്കണമെന്ന് ഒരാളോട് പറയുന്ന സമയത്ത് നമുക്കറിയാം 6,975 വരുന്നുണ്ട്. 6,975 രൂപയോളം നമുക്ക് 25 പോയിന്റിന്റെ ബോച്ചിറ്റി പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റ് എടുക്കുകയാണെങ്കിലും 5,650 രൂപയ്ക്ക് നമുക്ക് 25 പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റും. ടീഷർട്ട് ആണെങ്കിലും 5,400 നമുക്ക് 25 പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റും. എങ്ങനെയായാലും 25 പോയിന്റിന്റെ കച്ചവടം നമ്മുടെ ഫിജി കാർഡ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 500 രൂപയാണ് അല്ലെ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കാൻ വന്നിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു 5 വർഷം കൊണ്ട് എത്താൻ വേണ്ടിയിട്ട് ചിന്തിച്ചിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മുടെ യാത്രയുടെ സ്പീഡ് കൂട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിന് പറ്റുന്ന പ്രൊഡക്റ്റുകൾ വരുന്ന സമയത്ത് അതിലേക്ക് വേഗം ജോയിൻ ചെയ്താൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് നോക്കുമ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൽ നമ്മുടെ ഒരു സൈറ്റിൽ ഒരുപാട് നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു പ്രൊഡക്റ്റ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ എല്ലാ പ്രൊഡക്റ്റുകളിലേക്കും നമ്മുടെ ഫോക്കസ് മാറ്റുക എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം നമുക്ക് ഒരു ഓണക്കാലമാണ്. ഓണക്കാലം എന്ന് പറയുന്ന ഒരു സമ്മാന പെരുമഴ പോലെ ഒരുപാട് ഓഫറുകളുമായിട്ടാണ് നമ്മുടെ ലീഡേഴ്സ് വന്നിട്ടുള്ളത് അല്ലെ. ഓസ്കാറിന്റെ ഒരു ഓഫർ എടുക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് ടിആർഒന്റെ ഒരു ഓഫർ എടുക്കുന്നു. ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ എന്താണ് നമ്മൾ ആകെ ചെയ്യേണ്ടത്? ഒരു 100 SB പ്രൊഡക്റ്റ് 100 SBയുടെ പർച്ചേസിന് നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ഓഫറിൽ നമുക്ക് അടിക്കാൻ സാധിക്കും അല്ലെ. അതിനുവേണ്ടി എത്ര പേർക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. കാരണം പല ടീമിന്റെ അവസ്ഥ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ഇവർ മനസ്സിലാക്കിയിട്ടില്ലേന്ന് പോലും തോന്നിപ്പോ. ഇപ്പൊ ഒരു ടിആർഒന്റെ ഒരു 25 SBയുടെ ഓഫർ വന്ന സമയത്ത് കുറച്ചൊരനക്കം പല ടീമിലും കാണുന്നുണ്ട്. പക്ഷെ 100 SBയുടെ ഓസിന്റെ ഒരു ഓഫർ വന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 100 SB ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇതിലിരിക്കുന്ന പല ആളുകൾക്കും അല്ലെ. 100 SB ഒരു ഓഫർ ലീഡേഴ്സിന് പേടിയായിരുന്നു. കാരണം 100 SB എന്നൊക്കെ പറയുന്നത് എത്രയും ചടപടേന്ന് അടിക്കുമായിരുന്നു. അന്നും ഈ ഒരു ഫിജി കാർഡിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 25,000 30,000 ഒക്കെ എടുത്തിട്ട് ഒരു ജോയിനിങ്സ് വന്ന സമയത്ത് ഒരു 3-4 ഇത് ഒരുപാട് കാലം മുമ്പൊന്നും അല്ല, ഞങ്ങൾ ജോയിൻ ചെയ്ത ഒരു 3 വർഷത്തിന് മുമ്പൊന്നും അല്ലെങ്കിൽ ആ സമയത്തല്ല, ഇപ്പൊ ഒരു 2 മാസം മുമ്പ് വരെ അല്ലെ ഇതിൽ 100 SB എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ച ഒരു സമയം ഇതിലെത്തിരിക്കുന്ന പല ലീഡേഴ്സിനും ഉണ്ടായിരുന്നു. പക്ഷെ
ഇപ്പൊ നമ്മുടെയൊക്കെ ചിന്തയില് 100 SV എന്ന് പറയുമ്പോൾ എന്തോ എടുത്താ പൊങ്ങാത്ത ഒരു എമൗണ്ട് വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡിലേക്ക് പലരും മാറിപ്പോയി. അത് മോശം കുറ്റം പറയുന്നതല്ല, പക്ഷെ എന്താകണം, നമുക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഫിജിക്കാരിലേക്ക് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവർക്കും വർക്ക് എടുക്കാൻ പറ്റണമെന്ന് വിചാരിച്ച് ചെമ്മണ്ണൂര് ഇതിന്റെ കുറെ പാറ്റേൺസ്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 25ലേക്കും 50ലേക്കും ഒക്കെ ഇതിന്റെ SV മാറ്റി നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ പോസിറ്റീവ് സൈഡുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും വരുമാനം കൂടുതൽ കിട്ടാൻ വേണ്ടുന്ന രീതിയിലേക്ക് നമ്മൾ ഇതിനെ കാണുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും 25 SV-ക്കാണ് നിങ്ങൾ ജോയിനിങ് നടത്തുന്നതെങ്കിൽ പോലും എന്താക്കുക, അത് ടോപ്പ് അപ്പ് ചെയ്ത് 50ലേക്കും 100ലേക്കും ആക്കാനായിട്ട് നമ്മുടെ കൂടെ വന്ന ഓരോരുത്തരെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം അതിന്റെയൊക്കെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു 3ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു മന്ത്ലി പെർഫോമൻസ് ബോണസോ അതുപോലെയുള്ള അവാർഡ്സുകളൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പേഴ്സണൽ SV എന്ന് പറയുന്നത് 100ലേക്ക് ആയിട്ടുണ്ടാവണം. എങ്കിലാണ് നമുക്ക് ആ ഒരു മന്ത്ലി പെർഫോമൻസ് ബോണസിലേക്ക് അർഹത കിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എന്താക്കാം, നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു 25 SV-ക്കൊക്കെ ജോയിൻ ചെയ്തപ്പോ ഒട്ടും തന്നെ 100 SV എടുക്കാൻ പറ്റാത്ത ആളുകൾ, അല്ലാണ്ട് നമ്മൾ എല്ലാവരുടെയും SV-കൾ 25-ൽ സ്റ്റാർട്ട് ചെയ്യാതെ 100 SV-ൽ തന്നെ എല്ലാവരും പ്ലാൻ പറയാനായിട്ട് ശ്രദ്ധിക്കുക. 100 SV-ലേക്ക് ആകുന്നില്ലെങ്കിൽ അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താക്കാം, 50 SV-ൽ അവരുടെ സെയിൽ ക്ലോസ് ആക്കുക. അതിനുശേഷം അതും ആകുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ എന്താക്കാം 25ലേക്ക് വരിക. അതല്ലാതെ ചെല്ലുന്ന വഴിക്ക് ബോച്ചേറ്റി എടുത്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യും, 25 SV-ക്ക് 5 ബോച്ചേറ്റി എടുത്ത് ജോയിൻ ചെയ്യും, ഒരെണ്ണം നിങ്ങൾ ഉപയോഗിക്കും, 4 എന്നുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതായിരുന്നു ഫിജിക്കാർഡിൽ കുറച്ച് നാളുകളായിട്ട് ഒരു 2 മാസമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ ലൈനൊന്നും നമ്മൾ വിടുക. എന്നിട്ട് നമ്മൾ എന്താക്കുക, നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന സെയിലിലേക്ക്, അതാണ് ഞങ്ങളുടെ SMFO മീറ്റിങ്ങിന് പോയ സമയത്ത് ഞങ്ങളുടെ റജിൽ സാറും വിപിൻദാ സാറും അതുൽ സാറൊക്കെ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റായതൊന്നുമല്ല, പക്ഷെ അതിനൊക്കെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞ പോലെ അതിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 5 ബോച്ചേറ്റി എടുത്തിട്ട് വിറ്റുകൊണ്ടിരുന്ന ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഫിജിക്കാർഡിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ല ആകേണ്ടത്, പാർട്ട്നേഴ്സ് ആയിട്ടാണ് മാറേണ്ടത് അല്ലെ. നമ്മൾ പ്രൊഡക്റ്റുകൾ എടുത്ത് സെയിൽ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് നമുക്കവിടെ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് നല്ലൊരു പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് കൂടുതൽ നല്ല നല്ല പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ഓരോരുത്തരും അവരെടുക്കുന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കും കൂടെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ പറഞ്ഞ് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ ഈ ഒരു ഓഫർ നമുക്കറിയാം, നല്ലൊരു അടിപൊളി ഓഫറാണ് വന്നിട്ടുള്ളത്. ഓസ്കാറിന്റെ ഓഫർ അടിക്കണമെങ്കിൽ 100 SV ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ 100 SV എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കാണുക എന്നുള്ളതാണ്. സ്വപ്ന മേഡത്തെ നമുക്കറിയാലോ, സ്വപ്ന മേഡം എന്ന് പറയുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും എന്താണ്, ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആൾക്ക് 50 SV-ക്കാണ് ആൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു സമയത്ത് ആ മേഡത്തിന് ഈ ഒരു എമൗണ്ട് വലുതായിരുന്നു. പിന്നെ അദ്ദേഹം ജോയിൻ ചെയ്യാൻ വേണ്ടുന്ന ഒരു 50 SV-യുടെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു എമൗണ്ട് ആയിരുന്നു. പക്ഷെ അത് ആൾ കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹം ജോയിൻ ചെയ്തുകൊണ്ട് ഇന്നൊരു 4.5 വർഷം ഇപ്പുറത്ത് നിൽക്കുമ്പോൾ മേഡത്തിന് ഒരു 3.5 കോടി രൂപയോളം സമ്പാദിക്കാൻ സാധിച്ചു. നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടത് അതാണ്. നമ്മളുടെ കൂടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, അവർക്ക് 25 SV-ക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ബോച്ചേറ്റി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അത് എടുത്തിട്ട് വിൽക്കാനേ സാധിക്കുള്ളൂ, അതുകൊണ്ട് അവർ ബോച്ചേറ്റി എടുക്കുന്നു എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യാതെ അവർക്ക് എന്ത് പ്രൊഡക്റ്റ് ആണ് വേണ്ടത് ആ പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് എന്താക്കുക, മാക്സിമം 100 SV-ക്കും 50 SV-ക്കും ഒക്കെ സെയിൽ ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. കാരണം നമുക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു 5 വർഷം കൊണ്ട് ഫിജിക്കാർഡിന്റെ ലാസ്റ്റ് റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഫിജിക്കാർഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതുപോലെയുള്ള പ്രോഡക്റ്റുകളിലേക്കും അതുപോലെയുള്ള നമ്മുടെ നല്ല പാർട്ട്നേഴ്സിലേക്കും, നമ്മൾ മറ്റുള്ള പ്രോഡക്റ്റുകൾ എടുത്ത് സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഒരു അവസ്ഥയാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോ പിന്നെ അതിനില്ല, നമ്മളത് സെയിൽ ചെയ്യുന്ന സമയത്ത് അവരൊരിക്കലും നമ്മളോട് ജോയിൻ ആകുന്നില്ല അല്ലെ, വീണ്ടും നമുക്ക് അവരെ പാർട്ട്നേഴ്സ് ആക്കാനും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കോൺടാക്ട്സ് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് കൊടുക്കാൻ നടക്കുന്ന സമയത്ത്, സെയിൽ ചെയ്യാൻ നടക്കുന്ന സമയത്ത് നമുക്ക് കോൺടാക്ട്സുകൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എന്താക്കാം, നമ്മുടെ കൂടെ നല്ല നല്ല പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ അതോടൊപ്പം